സന്തോഷം മാത്രമാക്കില്ല. പറഞ്ഞ പണിയൊക്കെ പൂർത്തിയാക്കിയല്ലോ അല്ലേ? പത്തായത്തിന് വെല്ല് നിറച്ചോ? കൃത്യ സമയത്ത് തീർത്തതിന് നിങ്ങൾക്ക് ഞാനൊരു സമ്മാനം തരുന്നുണ്ട്. രാവണി ഇങ്ങോട്ട് വരിക. രാവണി, നമ്മുടെ ആന കുറുമ്പൊന്നും കാട്ടിയില്ലല്ലോ അല്ലേ? നമ്മുടെ അരുമ കുട്ടിയല്ലേ അവൻ. നിനക്ക് പതിവ് പോലെ പഴം കൊണ്ടുവന്നിട്ടുണ്ട്. മെടുക്കനാകണം കേട്ടോ. അങ്ങേ നമ്മുടെ പൊന്നോമനെ നോക്കിക്കോളണം കേട്ടോ. എന്താ പാടിക്കുറ്റി, നിന്റെ സങ്കടമാ ഇനി ഇല്ലത്തിന്റെ വെളിച്ചം ചെലുത്തുന്നത്. എല്ലാം നിശ്ചയിക്കുന്നത് ഭഗവാനല്ലേ? എല്ലാം ശരിയാകും. ശിവപെരുമാൾ നമ്മളെ കൈവിടില്ല. ഞാൻ പറയുന്നത് വല്ലതും കേൾക്കുന്നുണ്ടോ നീ? നോക്കൂ, ആ അടിയാത്തികളുടെ ഉണ്ണികൾ കളിക്കുന്ന കാണുമ്പോൾ നമുക്കൊരു ഉണ്ണിക്കുട്ടനെ തരുവാൻ ഭഗവാൻ വൈകുന്ന എന്തിനാണാവും? എന്താ ഇത്? ശരിയാവും. ശിവപെരുമാൾ നമ്മെ കാക്കും. ഉറപ്പ്. കരയാതെടോ. ശിവദർശനേ സ്വപ്നെ തമ്പ്രാട്ടി ഉണർന്നോ പുലരിയായി. കോഴിമാരൊത്തു നീരാടാൻ യാത്രയാ. തമ്പുരാട്ടി ഇതുവരെ വന്നില്ലല്ലോ. ഈ തമ്പുരാട്ടി ഇത് എവിടെ പോയി കിടക്കുക? തമ്പുരാട്ടി, തമ്പുരാട്ടി, തമ്പുരാട്ടി വന്നോ? ഞാൻ ഒത്തിരി നേരമായി കാത്തിരിക്കുന്നു. നമുക്ക് കുളക്കടവിലേക്ക് പോകാം. ഒരു കുഞ്ഞിന്റെ ശബ്ദമല്ലേ കേൾക്കുന്നത്? അതെ, അത് അവിടെ നിന്നാണ്. ഞാൻ അങ്ങോട്ട് പോയി നോക്കാം. ഞങ്ങൾ വരുന്നു. നിങ്ങൾ അവിടെ നിന്നോളൂ, ഞാൻ ഉടനെ വരാം. തോഴിമാരെ, ഇതാ ഒരു പെൺകുഞ്ഞ്. ശിവപെരുമാൾ ഒരു ഉണ്ണിക്കുട്ടിനെ തന്നിരിക്കുന്നു. ഈ പൊന്നുണ്ണിയെ ഞാൻ ഇല്ലത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഓമനായി വളർത്താൻ, മിടുക്കനായി വളർത്താൻ. ഭാവേ, ഭാവേ കരയില്ലേ? കരയില്ല പൊന്നുപോലെ. തമ്പുരാട്ടിയുടെ സന്തോഷം കണ്ടില്ലേ? അതെ, എത്ര കാലമായി കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുന്നു. അവരുടെ നല്ല മനസ്സിനെ ശിവഭഗവാൻ കൊടുത്ത സമ്മാനമാണത്. വരൂ, അവരുടെ സന്തോഷത്തിൽ നമുക്ക് പങ്കുചേരാം. ഉണ്ണി വളർന്നു ബാലനായി, കൗമാരം പടിവാതിൽ എത്തി നിന്നു. മാറുന്നു ഭാവങ്ങൾ രീതികൾ, ഉണ്ണിക്കു കൂട്ടുകാരയാളന്മാർ. ഉണ്ണി, ആ കുളത്തിൽ നിറയെ മീനുണ്ട്. ഞാൻ പോയി ചുണ്ടേക്കെടുത്ത് വരാം. ശരി, പോയിട്ട് വേഗം വാ. തിന്നാൻ കൊതിയാവുന്നു. ഒരു മൃഗത്തിനെ പോലും കാണുന്നില്ലല്ലോ ഉണ്ണി. അതാ അതാ നോക്ക് നോക്ക്, ഒരു കാട്ടുപന്നി. നമുക്കതിന് അമ്പേര് കൊല്ലാം, മാംസം വെച്ച് കഴിക്കാം. നല്ലത്, സന്തോഷം, പിടിക്കണം, കൊള്ളണം, ഇന്ന് നമുക്ക് തന്നെ. ഉണ്ണി, ഇതാ കള്ള്. ഇതെവിടുന്ന? അടുത്തുള്ള തെങ്ങിൽ നിന്ന് മോഷ്ടിച്ചതാണ്. വരൂ കൂട്ടുകാരെ, നമുക്ക് ഇല്ലത്തേക്ക് പോയി അതിനെ ചുട്ട് കഴിക്കാം. വേഗം വാ, വേഗം വാ. എന്റെ പരദേവതയെ, ഇല്ല മുടിച്ചല്ലോ. എന്റെ ഉണ്ണി എന്താണ് കാണിക്കുന്നത്? ഉണ്ണി, ഇത് മാറാ, നിന്നെ ഞാനിത് ശരിയാക്കി തരുന്നുണ്ട്.
നീയാണോ? നിന്റെ തോന്നിയാസം കൂടി വരികയാണ്. ഇല്ല ഓടിക്കാനാണ് നിന്റെ ഭാവം. അമ്മേ പോ, ഇതാണ് എന്റെ ഇഷ്ടം. ഇവരാണ് എന്റെ കൂട്ടുകാർ. ഇല്ല, ഞാൻ അനുവദിക്കില്ല. കിടക്കവിടെ പട്ടിണി കിടക്കണം. എന്നാൽ ഇനി നല്ല പാഠം പഠിക്കുള്ളൂ. അമ്മേ അമ്മ എന്നെ വിടമ്മേ, എന്നെ തല്ലല്ലേ, തല്ലെന്ന് പറഞ്ഞേ. അമ്മേ എന്നെ വിട്. അയ്യോ എന്നെ വാതിലിട്ട് അടക്കില്ലേ. അമ്മേ അമ്മ എന്നെ വിടമ്മേ. അമ്മേ ഒന്നറിയുക, അടിയാളന്മാരും മനുഷ്യരാണ്. ജാതിയും മതവും മനുഷ്യരെ അന്ധരാക്കിയിരിക്കുകയാണ്. അടിയാളന്മാരടക്കം എല്ലാവർക്കും രക്ഷകനായി ഈ പറശ്ശിനിക്കടവിൽ മുത്തപ്പൻ ദൈവമായി ഞാനുണ്ടാകും. മോനെ, ഭഗവാനായാലും നീ എന്റെ ഉണ്ണിയാണ്. കണ്ണുകളായ തീരോള പ്രഭയിൽ നിന്റെ മുഖം കാണാൻ എനിക്ക് ആവുന്നില്ല. അമ്മയ്ക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും ഞാൻ എന്റെ കണ്ണുകൾ മറച്ചു പിടിക്കുന്നു. അമ്മയുടെ സ്നേഹാനുഗ്രഹത്തോടെ മറ്റുള്ളവരുടെ സങ്കടങ്ങൾ അകറ്റാൻ, അനുഗ്രഹമേകാൻ ശിവരൂപമായും വിഷ്ണു രൂപമായും കെട്ടിയഴിഞ്ഞാൽ പറശ്ശിനിക്കടവിൽ ഉണ്ടായിരിക്കും. മുത്തപ്പനെ വിളിക്കുന്നോർക്ക് വഴി നിറയെ സൗഭാഗ്യമേകും മടപ്പുര. കണ്ണിലെ മുത്തപ്പ, ഉള്ളിലെ മുത്തപ്പ, പട്ടിയിലെ പുണ്യം മുത്തപ്പ.
തൃപ്പൂണിത്തുറയിലും കുന്നത്തൂർ പാടിയിലും മറ്റു മുത്തപ്പ ക്ഷേത്രങ്ങളിലും നമുക്ക് കാവലാണ്, നമുക്ക് കാരുണ്യമായി മുത്തപ്പൻ നമ്മളെ കാത്തുള്ളിയിടുന്നു.